എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ റാണിക്കുട്ടിയാണ്. നമ്മൾ റാണിക്കുട്ടിയുടെ രോമമൊക്കെ കുറേ അങ്ങ് വെട്ടി മാറ്റി. അവൾക്ക് ഭയങ്കര രോമം. ഇപ്പോൾ കണ്ട ഒരു പൊടി കൊച്ചിരിക്കുന്നതാണ് കൊണ്ട്. അവൾക്ക് ചെറിയ ചൊറിച്ചിലുണ്ട്. സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഒരു മരുന്ന് എന്നത് ഇട്ടുകൊണ്ടിരിക്കുക. അതിൽ കുറവില്ലെങ്കിൽ വേറെ മരുന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് രോമം അതിൻ്റെ ഇതായിട്ട് നമ്മൾ കുറച്ച് രോമം അങ്ങ് വെട്ടി മാറ്റി. ഭയങ്കര നീളവും കാട് കണക്ക് രോമമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് ഇവിടെയൊക്കെ ചുമന്നിരിക്കുന്നുണ്ട് കാലിൻ്റെ ഇവിടെയൊക്കെ. അവൾക്ക് ചെറിയ ഇൻഫെക്ഷൻ ഡോക്ടർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ്, ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞ്. അപ്പം മരുന്ന് ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞേ അവരുടെ വീട്ടിൽ ഇതുപോലൊരു ഡോഗിന് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ഫുൾ രോമം പോയതാണ്. അപ്പോൾ അത് ചാമ്പലിൽ കിടത്തിയപ്പോഴത്തേക്ക് ഫുൾ ചാമ്പൽ ബോഡിയിലെല്ലാം ആക്കിയിട്ട് അതിന് കിടക്കാൻ വേണ്ടി ചാമ്പൽ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ അത് മാറി രോമമെല്ലാം തിരിച്ച് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓൾറെഡി ഇപ്പോൾ അവർക്ക് മെഡിസിൻ ഇടുന്നുണ്ട്. അത് കൂടാതെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ചൊറിച്ചിലാണ് ഇപ്പോൾ, രോമം കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല, ചൊറിച്ചിലാണിപ്പം. ഈ കാലും ഈ പള്ള ഭാഗത്തൊക്കെയാണ് വേണ്ട. ഇവിടെയൊക്കെയാണ് അവൾക്ക് മെയിനായിട്ട് ചൊറിച്ചിൽ. കണ്ട ഇവിടെ ചുമന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴേ നമ്മൾ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്. ഈ രോമം കിടക്കുന്നതുകൊണ്ടേ നിറച്ച് രോമമായതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല നമുക്ക്. യാദൃശ്ചികമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് ഇവിടെ ഇങ്ങനെ ചുമപ്പ്. ഇനി കള്ളിപ്പന്നി, ഇത് നാണിപ്പന്നി, സുന്ദരി. അയ്യോ കൊച്ചുറങ്ങുവാണേ. അയ്യോ ഇതൊരു സാധനം ഇങ്ങനെ അസൂയ. ഒരിടത്ത് നമ്മൾ ഇരിക്കാനും സമ്മതിക്കത്തില്ല, ആരെയും സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. അവളെ തന്നെ നമ്മൾ സ്നേഹിക്കണം. വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. നെത്തോലി എൻ്റെ വൈറ്റുംബ്രി. നമ്മൾ പിന്നെ വൈറ്റ് നമ്മൾ ഗേറ്റ് തുറന്നു കിടന്നാൽ ഇറങ്ങി പോത്തേന്നുമില്ല. പലപ്പോഴും ജിമ്മി ഇറങ്ങി ഓടുമ്പോഴത്തേക്ക് റാണി പുറക്കെ ഓടാറുണ്ട്. അവിടെ ഉറക്കമായി റാണി പുറക്കെ ഓടാറുണ്ട്. പക്ഷെ എന്നാലും ഇവള് വയറ്റി ഇറങ്ങി ഓടത്തില്ല കേട്ടോ. ഗേറ്റ് തുറന്നു കിടന്നാലും അവളവിടെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ മണിക്കുട്ടി പോവും, ഒന്ന് ഓടാനൊക്കെ ശ്രമിക്കും. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി? മണിക്കുട്ടിക്ക് പുതിയ ബെഡാണ്, പെയിൻ്റൊക്കെ അടിച്ച് ഡിസൈനൊക്കെ ചെയ്തല്ല പുതിയ ബെഡ്. ഹായ് മണിക്കുട്ടിയെ കാറിൻ്റെ അടിയിലായിരിക്കും. മണിക്കുട്ടി ബാ 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 കളിക്കാം നമുക്ക്. ബാ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. എൻ്റെ പൊന്നു വയറ്റി, ഞാൻ അവളെ സ്നേഹിക്കാൻ വന്നതല്ല. നീ ഇങ്ങനെ എൻ്റെ പുറക്കെ നടന്ന് അവളെ മൈൻഡ് ചെയ്തിരുന്ന ഉടനെ നമ്മളെ കയ്യിലോട്ട് അവളെ തലയെടുത്ത് വെച്ച് തരും. ഐറ്റമ്മോ നിന്നെ കൊണ്ട് കളയട്ടോ, നിന്നെ കിട്ടിയെടുത്ത് എന്നെ കൊണ്ട് കളയടി. നിന്നെ കാസൂയല്ലേ, കൊണ്ട് കളയട്ടാടി കള്ളിപ്പെണ്ണെ. കൊള്ളോ കടിക്കൂടാ ഇല്ല ദേശിക്കുന്നുണ്ടോ? കടിക്കൂടാ ദേശിക്കോടാ നീ ദേശിക്കോടാ എൻ്റെ അടുത്ത്. അവിടെ കരയുന്ന എന്താന്ന് അറിഞ്ഞില്ലല്ലേ. അവിടെ നിന്നൊരു കരച്ചിൽ കേൾക്കുന്നു. എന്തോ നോക്കട്ടെ, കരച്ചിൽ കേട്ടു ബാക്കിൽ നിന്ന്. എന്തോ കാര്യമെന്നറിയാവോ? അതോ അവിടെ നിൽപ്പുണ്ട്, ഓടുന്നു, മുകളിലോട്ട് നോക്കിക്കൊണ്ടോ ഓടുന്നത്. കാര്യം എന്താണെന്നറിയാം, അവിടെ എല്ലാ ചെടിയുണ്ട്. ചെടിയല്ല മരം, സീതപ്പഴത്തിൻ്റെ മരമാണ്. അതിനകത്ത് കിളികൾ പഴം കഴിക്കാൻ വേണ്ടി ശരിക്കും വാലാട്ടി കിളികളും കരിയില കിളികളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല, പിടിക്കാൻ കിട്ടുന്നില്ല. അതിന് കുറേ നേരം കൊണ്ട് അവിടെ മൂളും. അതോ വയറ്റി അവരെ ഭരിക്കുന്നവർക്കാണ് പെണ്ണ്. ഇതെൻ്റെ ടാഗു പാപ്പയാണ്. അവനെ ഒതുക്കുക ജാക്കീന്. റൈറ്റ് അവിടെ ഉണ്ടോ? രഥമുണ്ടോ? ആ പാവൻ ചക്കിയുടെ കാല് പിടിച്ച് വെച്ച് തിന്നുന്നുണ്ടോ? ചെയ്യുന്ന പണിയൊക്കെയാ പിന്നെ. നാളെ മണിക്കുട്ടിയെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കേട്ടോ. കാരണം അവള് കാലിപ്പോഴും തറയിൽ ഒന്നുമില്ല. എന്താ കാര്യമെന്ന് അറിയാൻ വയ്യ. അവള് ഇങ്ങനെ ഓടയും ചാടയൊക്കെ ചെയ്യുമ്പോൾ ആ കാല് ചവിട്ടി നടക്കുന്നുണ്ട്. വേണ്ട ഇവിടെ അവള് കാല് ചവിട്ടുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. എന്തോ കാര്യമെന്ന് അറിയാൻ വയ്യ. നാളെ എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് വിചാരിക്കുകയാണ്. ഓട്ടോ ചാട്ടമൊക്കെ ഉണ്ട്. ചാടുന്ന സമയത്ത് നോക്കിയാൽ കൈ കുന്തി ഓടുന്നുണ്ട്. അപ്പോഴൊക്കെ ആ കൈ കുന്തി ഭയങ്കര ഓട്ടവും ബഹളമാണ്. അല്ലാത്തപ്പോഴെല്ലാം കൈ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. എന്താ കാര്യമെന്ന് അറിയത്തില്ല. നിമ്മി മോനെ വാടാ, നിമ്മി കുട്ടോ, നിമ്മി പൊട്ടാന്ന് വിളിക്കുക. അപ്പോഴും വരും. അതുകൊണ്ടാ കോഴി ഓട്ടിക്കരുത്. കോഴി ഓട്ടിച്ചാൽ അടി വരും.
ഈ മരം മൊത്തവും കിളികളാ. വാലാട്ടി കിളി, കരിയില കിളി കംപ്ലീറ്റ് കായും തിന്നു നിർത്തും. നമുക്ക് വളരെ കുറച്ച് കാകൾ മാത്രമേ ഉണ്ടായി. സീതപ്പഴം ഇതാണ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് തിന്നാനാണ് ഈ മരം മൊത്തവും കിളി. നേരം വെളുത്ത് ഒരു 6:15 ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും ഇതിനകത്ത് തിന്നാനായിട്ട്. കുരുവി, വാലാട്ടി, പിന്നെ വാലാട്ടി കിളി, കുരുവി, മൈന, പിന്നെ കരിയില കിളി, ആരൊക്കെയാണെന്നറിയാമേ കുറേ പേര് വരുന്നതാണ്. തത്തമ്മ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിലെ ഫ്രൂട്ട്സ് ഇപ്പം നമുക്ക് കിട്ടാറില്ല. നമ്മളങ്ങനെ പിച്ചാറുമില്ല. വളരെ കുറച്ച് താഴെയൊക്കെ നിൽക്കുന്നത് പിച്ചു, മേളിൽ നിൽക്കുന്നതൊന്നും പിച്ചത്തില്ല. കാരണം അത് അവർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കുട്ടി ചാടി കയറി നിന്നില്ലെങ്കിൽ കുഞ്ഞിനൊരു സമാധാനമില്ല. എപ്പോൾ അടുത്ത് വന്നാലും ഇങ്ങനെ ചാടിക്കരുത്. ചക്കിയുടെ കാലിലെ കുരുപ്പ് നോക്കിട്ട് അത് ചക്കിയുടെ കാലിലെ കുരുപ്പെല്ലാം മാറിയില്ല. അതല്ല ഇവിടെ ഇങ്ങനെ ആയിരുന്നു, വലിയ വലിയ കുരുപ്പുകളായിരുന്നു. അതെല്ലാം മാറി. നാളെ മരുന്നാൾ കൂട്ടുമ്പോഴത്തേക്കും മരുന്ന് തീരും. അപ്പോൾ കുരുപ്പെല്ലാം ഓരോരോ നിശേഷം മാറിയിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ അടയാളങ്ങളാണ് ഈ കറുത്തത്. ചക്കപ്പക്ക അയ്യോ തള്ളിയിടുന്നാടി. ഓ ഇന്ന് തള്ളിയിടാതാ. ചക്കി മേളിലോട്ട് വയ്ക്കേണ്ടിരിക്കുന്നുണ്ട. ആ കിളിയെ നോക്കുന്നതാ. ഇവിടെ ആ മരത്തിലെ കിളിയെ നോക്കുന്നത്. അതിൽ മൊത്തം കിളികളാ. ഒരു പച്ച കിളിയും വന്നിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ ഇതിനകത്ത്? ഒരു 4-5 ടൈപ്പ് ആൾക്കാരുണ്ട്. എടാ ടാക്കു ബാബു, ഇത് എന്തുവാടാ കേക്കണത് നീ തരയില്? മണിക്കുട്ടി, മണിക്കുട്ടി. പിന്നെ മണിക്കുട്ടിയുടെ ഫാൻസിനോട് ഒരു കാര്യം പറയാണ്ട്. മണിക്കുട്ടിക്ക് അനുസരണം ഒട്ടുമില്ല. വിളിച്ചാൽ വിളി കേൾക്കത്തില്ല, വിളിക്കുന്നിടത്ത് വരത്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാൻസ് എല്ലാവരും കൂടെ മണിക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതാണ്. പേടി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. നമ്മളെ ഒട്ടും പേടിയില്ല. അതുപോലെ കൊച്ചിലെ കൊണ്ടുവന്നേ അവളെ നമ്മൾ താലോലിച്ചല്ലേ വളർത്തിയത്. അപ്പോൾ അവളെ നമ്മളെപ്പോഴും തടവി എടുക്കുകയും അവളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഓർമ്മയുണ്ട്. നമ്മളെ അവൾക്ക് ഒട്ടും പേടിയില്ല. ചുരുക്കം പറഞ്ഞ കമ്പെടുത്താലൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. വിരട്ടാൻ നോക്കിയാലൊന്നും ഒരു രക്ഷയില്ല. അപ്പോഴും നമ്മളടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കും. എന്റെ ടാഗു ബാബ, എന്റെ ടാഗു ബാബു, ഇതെന്റെ കൂട്ട് ടാഗു ബാബ, എന്റെ കൂട്ട് ടാഗു ബാബ, കൂട്ട്. ചക്കയായി വളരാ.